ഷാജി ഇല്ലേ തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലടാ. വെയിലത്ത് വാടാൻ ഉദ്ദേശിച്ചിട്ടില്ലടാ. ഓക്കെ, ഞങ്ങളവിടെ ഇപ്പൊ നാട്ടിൽ 2 ദിവസമായിട്ട് വെയിലുണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിലേക്ക് മഴ വെയില എന്താന്ന് പറയണേ. അപ്പൊ പറയാനുള്ളത് എന്താന്ന് വെച്ചാല് മണി കുറച്ചു നേരം അഴിച്ചു വെക്കണ്ടേ. മണി നമുക്ക് കുറച്ചു നേരം ഇടാം. കാരണം എന്താ പറയാ, മറ്റേ മണി മേടിച്ച് ഇവിടെ വെച്ചാ സംഭവം ബസ്സിൽ നിന്നും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആ ഹെഡ്സെറ്റ് നമ്മുടെ ഇയർഫോണ് സംഭവം താഴെ വീണുകൊണ്ടിരിക്കണം. അപ്പൊ ഈ മണി ആകുമ്പോൾ കെട്ടി തൂക്കി പറഞ്ഞാൽ ഇത് എവിടെയും പോകില്ല, അത് ഇവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഓക്കെ, അറിയുന്നവർക്ക് അറിയാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളുടെ? നമ്മളിതാ സാധനങ്ങളൊക്കെ മേടിച്ച് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. സോപ്പ് കാര്യങ്ങള്, എണ്ണ, മക്കൾക്ക് വേണ്ട സാധനങ്ങള് എല്ലാം ഞങ്ങളെ മക്കൾക്ക് സ്കൂൾ വർക്കടാ നാളെ. അതുകൊണ്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയിടാ. ഓക്കെ, നിന്നെ പോലെ അപ്പം വെക്കാൻ പോയതല്ലടാ. പിന്നെ അപ്പം വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ലടാ. അപ്പം വെക്കേണ്ട ആവശ്യം വന്ന് പറഞ്ഞാൽ ഷാജി ഖബറിന്റെ ഉള്ളിലായിരിക്കും. അപ്പം വെക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ ഷാജി ഖബറിന്റെ ഉള്ളിലായിരിക്കും. നീ പോയിട്ട് നാളെ സ്കൂളിലേക്കുള്ള നോട്ട് ബുക്ക്, പേന, പെൻസിൽ, സ്കെയില് എന്തൊക്കെ വേണോ അതൊക്കെ എടുത്ത് ബാഗിന്റെ ഉള്ളിൽ വെക്കും. നാളെ രാവിലെ ഇതൊന്നും കാണില്ല എന്ന് പറഞ്ഞ ഷെയ്ഫോ അടിച്ച് ഞാൻ പുറം പൊളിക്കുകയാണ്. എന്ത് എഴുതാത്ത നോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ എടുത്തു തരാം. എഴുതാത്ത നോട്ടൊക്കെ ഞാൻ വേറല്ലേ. എടാ MDMA ജവാന് വാക്കടി കൂക്കടി എന്നൊക്കെ പറയണ്ടടാ. എനിക്ക് അറിയില്ലടാ അതെന്താ സംഭവങ്ങള്. എടാ കഞ്ചാവടിയന്മാര് കുറെ ഞങ്ങളെ നാട്ടിലുണ്ട്, കള്ളുടിയന്മാര് കുറെ നാട്ടിലുണ്ട്, വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനത്തെ സംഭവം അടിക്കില്ല. ഞാൻ ഇതുവരെ അടിച്ചിട്ടില്ല. എൻ്റെ ഒക്കെ ഇതുവരെ അടിക്കാത്തതുകൊണ്ട് എനിക്ക് ആ സംഭവം എന്താണെന്ന് അറിയില്ലടാ മോനെ. പിന്നെ MDMA കഞ്ചാവ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുട്ടികൾ അതിലൊക്കെ പോയി കുടുങ്ങുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സാധനം ഇതുവരെ കണ്ടിട്ടില്ല, സാധനം വരെ കൈ കൊണ്ട് തൊട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരടി അടിച്ചിട്ടില്ലടാ. നീ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ടാണ് കമന്റ് ഇടുന്നതെന്ന് വെച്ചാൽ എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ലടാ പുല്ലേ. ഓക്കെ, അപ്പൊ വേറെ എന്തൊക്കെയാ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നെഗറ്റീവ് പുല്ലത്തികളും പുല്ലന്മാർക്കും ഉള്ളതാണ്. കുറെ പുല്ലത്തികളും ഇറങ്ങിയിട്ട് കുറെ പുല്ലന്മാർ. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറെ എരിഞ്ഞും കൊണ്ടുള്ള പുല്ലത്തികൾ ഇറങ്ങിയിട്ടുണ്ട്, കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കിരി 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 കിരിന്ന്. എന്തിനാടി നിങ്ങൾക്ക് ഇത്ര അസൂയ? എടി നിങ്ങളെ വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ വയറാക്കി സംസാരിച്ച് പറഞ്ഞാൽ ഞാൻ തറയിങ്ങനെ വിളിക്കുന്നതാണ് നിങ്ങളുടെ. ഇന്ന് തൊട്ടിട്ട് എന്റെ കുട്ടികളെ അടി ഫോണെടുക്കണത്. തെറി വിളിക്കടി നിങ്ങൾ കുട്ടികളോട് തെറി വിളിക്കടി. അതുപോലെ തന്നെ കമന്റിൽ വരാൻ പറഞ്ഞ അല്ലെങ്കിൽ മെസ്സേജിൽ വരാൻ പറഞ്ഞ ഭയങ്കര മടി. ഫോണിൽ തന്നെ എടുക്കണം, റെക്കോർഡ് ആക്കണം. ഞാൻ എന്താണ് തെറി വിളിക്കണത് കേട്ടിട്ട് നിൽക്കണം. ആണോ? എനിക്ക് ഒഴിവില്ലടി ഇന്ന് തൊട്ടിട്ട് കുറെ എൻക്വയറീസ് ക്രീമിന് വന്നിട്ട് ഡ്രസ്സിന്. അൽഹംദുലില്ലാ, പടച്ചോൻ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ ബിസിനസ് ഇവിടെ നിന്ന് അങ്ങോട്ട് വളർത്തും. ഷാജി വളർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ പുല്ലത്തികളും പുല്ലന്മാരും കമന്റ്സ് നെഗറ്റീവ് ഇടുന്ന ആൾക്കാർ അവിടെ ഇടുന്നുള്ളൂ. കെട്ടിയോളമാരാണ് പറഞ്ഞാൽ കെട്ടിയോമാരുടെ പൈസ റീചാർജ് ചെയ്തിട്ട് കണ്ട പെണ്ണുങ്ങളുടെ ഇതിന്റെ അടിയിലൊക്കെ പോയി കമന്റ്സ് ഇടുക. അതുപോലെ തന്നെ കെട്ടിയോമാരാണ് പറഞ്ഞാൽ ഒരു ഉളുപ്പില്ലാത്ത നായിന്റെ മക്കളെ വിളിച്ചിട്ട് ഷാജി അങ്ങനെ ആക്കോ, ഷാജി ഇങ്ങനെ ആക്കോ, ഷാജി ഒന്ന് വരൂ, ഒന്ന് വീഡിയോ കോൾ ആക്കോ. എന്തിനാടാ മൈരന്മാരെ നിങ്ങൾക്ക് ഞാൻ വീഡിയോ കോൾ ആക്കണത്? ഞാൻ എന്താണ് നിങ്ങളുടെ കെട്ടിയോളമാരാടാ വീഡിയോ കോൾ ആയിട്ട് നിങ്ങളോടൊക്കെ സംസാരിക്കാൻ? എനിക്ക് ഒഴിവില്ലടാ നായിന്റെ മക്കളെ. എനിക്ക് തീരെ ഒഴിവില്ല. നിങ്ങളോട് പിന്നരിച്ച് നിൽക്കാൻ എനിക്ക് ഒഴിവില്ല. അതുപോലെ തന്നെ പെണ്ണുങ്ങളെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടി. വീട്ടിലെ അടുക്കള പണി മാത്രമല്ലടി, വേറുള്ള പണികളും ചെയ്യടി. പണിയെടുക്കുന്നടി, പുറത്തിറങ്ങുന്നടി. നിങ്ങൾക്കും ആവാടി. യൂട്യൂബ് തുടങ്ങടി, ഇൻസ്റ്റഗ്രാം തുടങ്ങടി, റീൽസ് ചെയ്യടി, യൂട്യൂബിൽ വീഡിയോ ഇടടി. അതുപോലെ തന്നെ പുറത്തിറങ്ങി നിങ്ങൾ സഞ്ചരിക്കടി. ആരടി വേണ്ട പറഞ്ഞ്? ഞാൻ പറഞ്ഞടി വേണ്ടാന്ന്. നിങ്ങളുടെ കെട്ടിയന്മാരും നിങ്ങളുടെ കുടുംബം വിടുന്നില്ല, ഞാൻ ഉത്തരവാദി അല്ലടി. അതിന് ഞാൻ ഉത്തരവാദി അല്ലടി. നിന്നെ അത്ര വിശ്വാസം ഉള്ളതുകൊണ്ടാടി അങ്ങനെ ചെയ്യണത്. ഓക്കെ, അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താന്ന് വെച്ചാ, നിന്നെ കൊണ്ടും പറ്റൂടി. ഈ 33 വയസ്സിൽ എന്നെ കൊണ്ട് 5 മക്കളെ പോറ്റാന്, +1 +2 പഠിക്കണ മക്കളെ പോറ്റാൻ എനിക്ക് കടച്ചാൻ കഴിവ് വന്നിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ കഴിവ് നിങ്ങൾക്കും തരൂടി. അത് അങ്ങനെ ഇറങ്ങിയാണ്ട് പ്രവർത്തിച്ചാൽ മതി. നല്ല കഴിവ് പഠിച്ചോൻ തരും. ഓക്കെ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അസൂയപ്പെട്ട ഞാൻ കുറച്ചും കൂടി ഒന്ന് ഉയരുള്ളൂ. നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടി. അതുപോലെ തന്നെ ഡ്രസ്സിന്റെ കാര്യം ചോദിക്കാം. വിൽക്കാൻ ഡ്രസ്സ് ഉണ്ടോ, വേറുള്ളതുണ്ടോ, അതുണ്ടോ? എടി ഞാനടി എന്റെ കഷ്ടം കണ്ടിട്ട് എനിക്ക് വിൽക്കാൻ ആൾക്കാർ ഹോൾസെയിൽ റേറ്റിന് തരുന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കും ആ പരിപാടി തുടങ്ങണം പറഞ്ഞാല് നിങ്ങൾ വേറെ കടകളിൽ അന്വേഷിക്കേ. ഷാജി 1 മാസമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോൾസെയിൽ റേറ്റിന് ഡ്രസ്സുകളും, ഹോൾസെയിൽ റേറ്റിന് വേറെ എന്തൊക്കെയാണ്. അട്ടങ്ങടാ ലൈവ് ഇട്ടിരിക്കണ പറഞ്ഞില്ലേ? കേട്ടോ നിന്റെ ചെവി?
അപ്പോ എന്താ പറയാനുള്ളതെന്ന് വെച്ചാല് നിങ്ങൾക്കും പറ്റും, യൂട്യൂബ് നിങ്ങൾക്കും പറ്റും, ഇൻസ്റ്റഗ്രാം റീൽസ് നിങ്ങൾക്കും പറ്റും, അതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും പറ്റും. ആണുങ്ങൾക്ക് മാത്രമല്ല സമ്പാദിക്കാൻ പറ്റും, പെണ്ണുങ്ങൾക്കും ഇരുന്ന് സമ്പാദിക്കാം. വീട്ടിലിരുന്നിട്ട് ഒരുപാട് മൊബൈലിലൂടെ ചെയ്യാടി, പുറത്തൊന്നും വേണ്ട, വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യും. എന്നിട്ട് റീച്ചായി കണ്ട് പൈസ സമ്പാദിച്ച് നിങ്ങളുടെ കെട്ടിയന്മാരെ നിങ്ങൾ സഹായിക്കേ, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പോറ്റി, നിങ്ങളുടെ കെട്ടിയ പകുതി പൈസ നിങ്ങൾക്ക്, നിങ്ങൾ പകുതി പൈസ ഇറക്കി ഇരുന്ന് തിന്നോണ്ടിരിക്കല്ലേ. കെട്ടിയം കൊടന്ന് നല്ല മൂക്കിനറ്റം തിന്നിട്ട് എല്ലിന്റെ ഉള്ളിൽ കേറിയിട്ടാണല്ലോ ഇങ്ങനത്തെ കമന്റ്സുകൾ വരുന്നില്ലേ. ഞാൻ അങ്ങനെയല്ല, ഞാൻ നല്ല എല്ല് വെള്ളാക്കിയിട്ടാണ് നടക്കുന്നത്. ഞാൻ പുറമേയും പണിയെടുക്കുന്നുണ്ട്, വീട്ടിലും പണിയെടുക്കുന്നുണ്ട്, എന്റെ മക്കളെയും നോക്കുന്നുണ്ട്, എന്റെ വേറുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പോരാത്തതിന് ഈ ബിസിനസ്സും ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അടി അത് എന്റെ മിടുക്കാടി, അതിന് നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടി. നിനക്ക് പറ്റോടി, ഈ പ്രായത്തിൽ 33 വയസ്സായ നിന്നെ കൊണ്ടും പറ്റോടി. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടി. അതിന് കുറെ PM വന്നിട്ട് അത് പറഞ്ഞു ഇത് പറഞ്ഞ് കുറെ കമന്റ് ഇട്ടിട്ടും കുറെ മെസ്സേജ് ഇട്ടിട്ടും നീ ഇങ്ങനത്തോള് പറഞ്ഞിട്ട് കാര്യമില്ലടി പുല്ലേ, കാര്യമില്ലടി. പടച്ചവനോട് തേട്, അല്ലാ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരണേ, അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലുമൊക്കെ ആക്കി തരണേ എന്ന് നീ പടച്ചവനോട്